ഇത് എൻ്റെ കയ്യിരിക്കുന്ന എന്താണെന്ന് അറിയോ? സോയാബീൻ ആണ് കേട്ടോ. അപ്പോൾ സോയാബീൻ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാൻ പോയാണ്. പുട്ടിൻ്റെയും ദോശയുടെ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പോകാം റെസിപ്പിയിലേക്ക്. സോയാബീൻ ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അതിനുശേഷം സവാള അരിഞ്ഞത്, തക്കാളി, കറിവേപ്പില കേട്ടോ. കുക്കർ അടുപ്പിൽ വെക്കുക, ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക, ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കേട്ടോ, ഇതെല്ലാം കൂടി അതിലേക്കിട്ട് ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ സോയാബീൻ ഇതുപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പിടാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കുക്കർ അടച്ചു കൊടുക്കുക കേട്ടോ. ഒരു 2 വിസിലിന് ശേഷം കുക്കർ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ സോയാബീൻ കറി റെഡി. പുട്ടിൻ്റെ കൂടെ ദോശയുടെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പാർട്ട് 2 കൊണ്ട് കാണാൻ മറക്കരുത്.